അതാണ് ഏറ്റവും പ്രധാനം. പലപ്പോഴും നമ്മൾ ഓർക്കാറില്ല. നിങ്ങളെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പൊതുവെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഓർക്കാറില്ല. നിങ്ങളുടെ ഓർമ്മയിൽ എന്നും തങ്ങാനായിട്ട് എനിക്ക് കഴിയട്ടെ എന്ന് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇവിടെ വന്ന് കുർബാന അർപ്പിച്ച് നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ ആദ്യം ഇടയ്ക്കിടയ്ക്കാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ സിസ്റ്റേഴ്സ് ചോദിച്ചു എന്നോട്, അച്ഛൻ ഇവിടെ കുർബാന അർപ്പിക്കാനായിട്ട് വരാമോ? അപ്പോൾ കുഴപ്പമില്ല, നിങ്ങൾ പിതാവിനോട് പറയും. അപ്പോൾ ഞാൻ വരാൻ കുഴപ്പമൊന്നുമില്ല എന്നാണ്. അങ്ങനെയാണ് വന്ന് തുടങ്ങിയത്. ഏകദേശം 3 വർഷം ആയി. നമ്മൾ ദൈവവചനം എല്ലാവരെ പോലെ എനിക്ക് ദൈവവചനം കോട്ട് ചെയ്ത് കാണാതെ പഠിച്ചൊന്നും പറയാനുള്ള ഇതൊന്നുമില്ല. അപ്പം ഞാൻ പറയും, ദൈവവചനത്തിന് പറയും നമ്മൾ മാതാപിതാക്കളെയും സഹോദരങ്ങളെയൊക്കെ ഉപേക്ഷിക്കുമ്പോൾ ദൈവം 10 മടങ്ങായിട്ട് തരും എന്നുള്ള ദൈവവചനം ഒരിക്കലും വെറുതെ അല്ലല്ലോ. തീർച്ചയായിട്ടും അത് നാം എപ്പോഴും ജീവിക്കുന്ന വചനമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രകടനമാണ്, അല്ലെങ്കിൽ അത് നമുക്ക് കാണിച്ചു തന്നത് ഇവിടെ തന്നെയാണ്. ഞാൻ അനുഭവിച്ചത് സ്നേഹവും നിങ്ങളുടെ കരുതലും ഒക്കെ വിലയേറിയതാണ്. ഞാനിതിനൊന്നും യോഗ്യനല്ല എന്നെനിക്കറിയാം. എങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ തന്ന ഒരുപാട് സ്നേഹത്തിനും കരുതലിനും പരിഗണനയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനും, അമ്മ വയ്യാതിരുന്നപ്പോൾ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, എനിക്കറിയാം. എന്നെ സഹായിച്ചവരുണ്ട്. ഞാൻ എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല, പേരെടുത്ത് പറയും. വ്യക്തിപരമായിട്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പ്രാർത്ഥിച്ചവരുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓർമ്മയിലുണ്ട്. ഇതൊക്കെ മറക്കുന്നില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. സിസ്റ്റേഴ്സ് എന്നെ ഈ 3 വർഷം എന്നെ സഹിച്ചതിന് ഒരുപാട് നന്ദി. പോരായ്മകളുണ്ട് തീർച്ചയായിട്ടും. എല്ലാ പോരായ്മ എനിക്കറിയില്ല. എനിക്കറിയാവുന്ന കുറച്ച് പോരായ്മയുണ്ട്. ആ പോരായ്മകളൊക്കെ അവിടെ എന്നെ സ്വീകരിച്ചതിന് ഒത്തിരി നന്ദി. അതുപോലെ സിസ്റ്റേഴ്സ് എല്ലാം അല്ലേ, സിസ്റ്റേഴ്സ് പ്രത്യേകമായിട്ട് ഓർക്കുകയും ചെയ്യുന്നു. ഇന്നലെ അവരെന്നെ ക്ഷണിക്കുകയുണ്ടായി അവരുടെ ആശ്രമത്തിലേക്കൊക്കെ. അവരുടെ സുപ്പീരിയർ ജനറൽ എന്നെ ഇന്നലെ വിളിക്കുകയുണ്ടായി. അപ്പോൾ അവരുടെ സ്നേഹത്തിനും ഒക്കെ ഒത്തിരി നന്ദി. അമ്മ വയ്യാതിരുന്നപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും അല്ലാതെയൊക്കെ ഒരുപാട് സഹായങ്ങൾ സിസ്റ്റേഴ്സ് നൽകിയിട്ടുണ്ട്. അതിനൊക്കെ ഒത്തിരി നന്ദിയോടെ ഓർക്കുന്നു. ഞാൻ ഈ വാക്കുകൾ ഒരിക്കലും അതിന് പകരമല്ല, അല്ലെങ്കിൽ എങ്കിലും സ്നേഹത്തോടെ സിസ്റ്റേഴ്സിനെയും സുപ്പീരിയറിനെയും അതുപോലെ നിങ്ങളുടെ സുപ്പീരിയർ ജനറലിനെയും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ആവശ്യങ്ങളിലും എൻ്റെ ബുദ്ധിമുട്ടുന്ന അവസ്ഥകളിലൊക്കെ ഒരുപാട് പേര് എന്നെ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ അടുക്കിലേക്ക് വന്നിട്ടുണ്ട്. ചിലതിനൊക്കെ അമ്മയൊക്കെ വന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ്റെ മുഖം എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, എന്താണ് വിഷമം, അച്ഛൻ്റെ മുഖം എന്താ. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നുണ്ട്, എന്നോട് സ്നേഹത്തോടെ ആയിരിക്കുന്നുണ്ട് എന്നല്ല. അല്ലെങ്കിൽ അതിന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ എന്നെ സ്പർശിച്ച വാക്കുകളാണ്, ആശ്വാസം നൽകിയ വാക്കുകളാണ്. തീർച്ചയായിട്ടും ഒരു പുരോഹിതനായിരിക്കുക, സന്യസ്തനായിരിക്കുക എന്നുള്ളത് എളുപ്പമല്ല കാര്യമല്ല ഈ കാലഘട്ടത്തിൽ. അതിൻ്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞ പോലെ നല്ല വാക്കുകൾക്കൊക്കെ യോഗ്യനായിട്ടുള്ള ആളല്ല ഞാൻ. എൻ്റേതായിട്ടുള്ള ഒരുപാട് പോരായ്മകളുണ്ട്. എന്നിട്ട് ദൈവം ഇത്രയും നാൾ, ഇപ്പോൾ 10 വർഷമായി വൈദികനായിട്ട് 10 വർഷമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നാൾ ദൈവം കാത്തുപോകും, തുടർന്നും ദൈവം കാത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകും. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും, പ്രാർത്ഥന എപ്പോഴും ഒരു ബലമായി തന്നെയാണ്. ഈ കാലഘട്ടത്ത് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടതും വൈദികർക്ക് സന്യസ്തർക്ക് വേണ്ടിയാണ്. പ്രാർത്ഥന ഞാൻ എപ്പോഴും ഈ കുമ്പസാരത്തിൽ പ്രാർത്ഥിക്കാനല്ല, കുമ്പസാരിക്കാൻ വരുന്നവരടുത്ത് ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറയാം, വൈദികർക്ക് വേണ്ടി സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള അതെപ്പോഴും പറയാറുണ്ട്. കാരണം അത് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് ചോദിക്കുന്നത് അതുതന്നെയാണ്, പ്രാർത്ഥിക്കുക. നിങ്ങൾ എന്നെ ഓർക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും വേറൊരിടത്തേക്ക് ഇപ്പോൾ വടപ്പക്കരയിലേക്കാണ് പോകുന്നത്. അവിടെ പള്ളിയൊന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല. അവിടെ ഒരു അംഗമായിട്ട് ആയിരിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്.
എൻ്റെ കൂടെ 2 അച്ഛന്മാരുണ്ട്, 2 സന്യസ്ത വൈദികരുണ്ട്. അവർ വ്യത്യസ്തമായിട്ടുള്ള പള്ളികളിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അപ്പം അവരെയും ഇവിടെ പ്രാർത്ഥനയിൽ ഓർക്കുക. വേറെ പ്രത്യേകിച്ച് പറയാനായിട്ട് ഇല്ല. എനിക്കിങ്ങനത്തെ ഈ നന്ദി പറച്ചിലുകളൊക്കെ ഞാൻ സാധാരണ ഞാൻ സ്വീകരിക്കും. കാരണം അതിനുള്ള യോഗ്യതയില്ല എന്നാണ് ഞാനെപ്പോഴും ചിന്തിക്കാറുള്ളത്. ഞാനൊരിക്കലും ദൈവത്തിന് മുമ്പിലായിരിക്കുമ്പോഴും യോഗ്യതയില്ല എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ചിലപ്പോൾ എൻ്റെ സംസാര രീതിയിലോ ഒക്കെ രീതിയിൽ ചിലപ്പോൾ അഹങ്കാരം പോലെ വന്നിട്ടുണ്ടാകാം. അറിയില്ല. ചില നിലപാടുകളൊക്കെ ഞാൻ പറയുന്നത് അത് തീർച്ചയായിട്ടും ആരെയും മുറപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കാനോ അല്ല, മറിച്ച് അത് ശരിയാണെന്നുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് തോന്നിയത് കൊണ്ടാണ്. നിങ്ങൾക്ക് തോന്നണമെന്നില്ല. ചിലപ്പോൾ എൻ്റെ ശരി ചിലപ്പോൾ തെറ്റുമായിരിക്കാം. അപ്പം അങ്ങനെ പറഞ്ഞത് നിങ്ങളുടെ തന്നെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്. അല്ലാതെ ഇതിൽ നിന്ന് എനിക്കെന്തെങ്കിലും മേന്മയുണ്ടായിട്ടോ അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ വിശ്വാസം തെറ്റാകാം. അപ്പോൾ ഒത്തിരി നന്ദി, ഒത്തിരി സ്നേഹം തന്നതിന്, ഒത്തിരി പ്രാർത്ഥിച്ചതിന്. തുടർന്നും പ്രാർത്ഥിക്കുക. നിങ്ങൾ എല്ലാവരെയും ഇങ്ങനെ പ്രാർത്ഥനയിൽ ഓർക്കും. ഇത് തീർച്ചയായിട്ടും 3 വർഷം ഇവിടെ ആയിരുന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഓർമ്മകൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ആ ഓർമ്മകൾ വരുമ്പോഴൊക്കെ നിങ്ങളെ പ്രാർത്ഥിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ സഹായിക്കാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ എൻ്റെ നമ്പർ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥനാ സഹായമൊക്കെ ആവശ്യമുള്ളപ്പോൾ വിളിക്കാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിളിക്കാം. നിങ്ങൾ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഓർക്കുന്നത്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.